മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന പ്രമേയം പാസാക്കി സമസ്ത. ശാസ്ത്രീയ പഠനം നടത്തി ജില്ലാ പുനർനിർണയം അനിവാര്യമെന്നാണ് പ്രമേയം പറയുന്നത്. ജനസംഖ്യാ വർധനയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിക്കണമെന്നും കാസർഗോഡ് നടന്ന 100ാം വാർഷികാഘോഷ ചടങ്ങിൽ അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യവുമായി സമസ്ത ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയ പഠനം നടത്തി ജില്ലാ പുനർനിർണയം അനിവാര്യം എന്നാണ് പ്രമേയം പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സരീഷാണ് ചേരുന്നത്. സരീഷ്, എന്താണ് ഇപ്പോൾ സമസ്തയുടെ ആവശ്യം? വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഒപ്പം തന്നെ ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് മലപ്പുറം ജില്ലയുടെ പുനർനിർണയം അനിവാര്യമാണ് എന്നുള്ളതാണ് സമസ്ത 100ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെടുന്നത്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും പുതിയ ജില്ലാ ഭരണകൂടം അത്യന്താപേക്ഷിതമാണ്. ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി സംസ്ഥയുടെ സമ്മേളനത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ 39 പാർലമെന്റ് മണ്ഡലങ്ങളുള്ള പരിധിയിൽ 38 ജില്ലകൾ നിലനിൽക്കുന്ന തമിഴ്നാടിനെ കേരളത്തിന് ഈ വിഷയത്തിൽ മാതൃകയാക്കാം എന്ന് കൂടി സമ്മേളനം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാകും എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുമ്പോഴും എന്തുകൊണ്ട് മലപ്പുറം എന്ന ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആവശ്യം എന്ന് പറയുമ്പോഴും നേരത്തെ തന്നെ പല വിഭാഗങ്ങളും ഒപ്പം തന്നെ വിവിധ സംഘടനകളും മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നൊരാവശ്യം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. അതേ പാതയിലാണ് സമസ്തയുടെയും ഇപ്പോൾ ഈ പ്രമേയത്തിൽ സമസ്തയും കൂടി ഈ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ശരി സരീഷ്.